ന്യൂനപക്ഷ സമുദായക്കാർക്കിടയിൽ ബി.ജെ.പിയുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ജോർജ് കുര്യനെ ബി.ജെ.പി കേന്ദ്രമന്ത്രിസഭയിൽ എത്തിച്ചിരിക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായി നിയമിതനായ ആദ്യ മലയാളിയും ബി.ജെ.പിയുടെ ആദ്യ ക്രിസ്ത്യൻ സംസ്ഥാന ഉപാധ്യക്ഷനുമായിരുന്നു ജോർജ് കുര്യൻ. കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമത്തിൽ ബി.ജെ.പിയുടെ എക്കാലത്തെയും വലം കൈയായിരുന്നു കോട്ടയം കാണക്കാരി സ്വദേശിയായ ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രിസഭയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ടാം മന്ത്രിയായി ജോർജ് കുര്യനെ തെരഞ്ഞെടുത്തത് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ സംഘപരിവാർ സംഘടനയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സഹായിച്ച നേതാവ് എന്ന നിലയിലാണെന്ന് വ്യക്തം. വിദ്യാർത്ഥിക്കാലം മുതൽ തന്നെ സംഘപരിവാർ സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തിയ ജോർജ് കുര്യൻ യുവമോർച്ചയിലൂടെയാണ് ബി.ജെ.പിയിലെത്തിയത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ ബി.ജെ.പി മത്സരിപ്പിച്ചത് ജോർജ് കുര്യനെയായിരുന്നു. 15,000-ഓളം വോട്ട് നേടി 3ാം സ്ഥാനത്തെത്തിയ ജോർജ് കുര്യന് മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 6% വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമാണ് ജോർജ് കുര്യൻ പുലർത്തുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വിയാണ് 2017 മേയിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ മലയാളി ഉപാധ്യക്ഷനായി ജോർജ് കുര്യനെ നിയമിച്ചത്. ബി.ജെ.പി നേതൃത്വത്തിനിടയിലും ക്രൈസ്തവ നേതൃത്വത്തിനിടയിലുമുള്ള സംവാദങ്ങളിൽ ഒരു പാലമായി പ്രവർത്തിച്ച ജോർജ് കുര്യൻ സംഘടനയിലെ ഏറ്റവും ശക്തനായ ന്യൂനപക്ഷ സമുദായാംഗങ്ങളിൽ ഒരാളാണ്. ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ബി.ജെ.പിയുടെ ശക്തനായ വക്താവെന്ന നിലയിൽ ശ്രദ്ധേയനായ ജോർജ് കുര്യൻ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ദേശീയതലത്തിൽ ചർച്ചയാകുന്നതിലും നിർണായക പങ്കാണ് വഹിച്ചത്. അൽഫോൺസ് കണ്ണന്താനത്തിനു ശേഷം കേരളത്തിൽ നിന്ന് NDA ഭരണത്തിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ന്യൂനപക്ഷ നേതാവാണ് ജോർജ് കുര്യൻ. കൊച്ചി നേവൽ ബേസിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന OT അന്നമ്മയാണ് ഭാര്യ. ആദർശ്, ആകാശ് എന്നിവർ മക്കളാണ്. റിസർച്ച് ഡെസ്ക് 24.